മൂന്നാഴ്ചയെ തുടരുന്ന ശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ നെതന്യാഹു ഇറാന്റെ സൈനികശേഷി ഗണ്യമായി തകർന്നുവെന്ന അവകാശവാദവുമായി രംഗത്തെത്തി. ഇസ്രായേൽ സംയുക്ത നീക്കങ്ങളുടെ ഫലമായി ഇറാൻ ഇനി യുറേനിയം സമ്പുഷ്ടീകരണത്തിനും ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ ആകില്ല എന്നാണ് അദ്ദേഹം വ്യാഴാഴ്ച നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഇറാൻ ഇനി ആണവശേഷി വികസിപ്പിക്കാനോ മിസൈൽ നിർമ്മിക്കാനോ കഴിയില്ല. നമ്മൾ വിജയത്തിന്റെ വഴിയിലാണ്. ഇറാന്റെ സൈനിക അടിസ്ഥാന ഘടകങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെയും ആയുധ നിർമ്മാണത്തെയും കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് മിസൈൽ നിർമ്മാണത്തിനും ആണവായുധ വികസനത്തിനും ഉപയോഗിക്കുന്ന ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ് തകർത്തതെന്നാണ് അവകാശപ്പെടുന്നത്. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആയുധശേഖരങ്ങൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടതായും അവ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല എന്നും ശ്രദ്ധേയമാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു പ്രധാന ചർച്ചയായത് അമേരിക്കയുടെ പങ്കാണ്. ഇസ്രായേൽ അമേരിക്കയെ ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ചുവെന്ന ആരോപണങ്ങളെ നെതന്യാഹു ശക്തമായി തള്ളിക്കളഞ്ഞു. ട്രംപ് പോലുള്ള നേതാക്കളോട് ആരും എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ കഴിയില്ല എന്നും അമേരിക്ക എപ്പോഴും സ്വന്തം താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ താൽപര്യങ്ങളും ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളും തമ്മിൽ പൂർണ്ണമായി ഒത്തുചേരലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുമായി ഇസ്രായേൽ പുലർത്തുന്ന അടുത്ത ഏകോപനം നെതന്യാഹു പ്രത്യേകിച്ച് എടുത്തുകാട്ടി. ഇരു രാജ്യങ്ങളുടെയും സൈനികങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്ന് പ്രവർത്തിക്കുന്നതിലാണ് ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കൂട്ടുകെട്ട് മിഡിൽ ഈസ്റ്റിലെ സുരക്ഷയ്ക്കും ആഗോള സ്ഥിരതയ്ക്കും നിർണായകമാകുമെന്ന് അദ്ദേഹം വിലയിരുത്തി. ഇതിനിടെ തന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭിയോഗങ്ങൾക്കെതിരെയും നെതന്യാഹു പ്രതികരിച്ചു. ഞാൻ ജീവനോടെയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കടുപ്പമുള്ള മറുപടി. ഇത്തരം അഭിമുഖങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും യുദ്ധ സാഹചര്യത്തിൽ മനോവിശ്വാസം തകർക്കാനുള്ള ശ്രമങ്ങളാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അമേരിക്കയുമായുള്ള ബന്ധത്തെ വീണ്ടും അദ്ദേഹം പ്രശംസിക്കുകയും ഇസ്രായേൽ പങ്കാളിത്തം ലോക സുരക്ഷയ്ക്ക് തന്നെ നിർണായകമാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകം മുഴുവൻ സംരക്ഷിക്കുകയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ട്രംപിന് ലോകം കടപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇസ്രായേലും അമേരിക്കയും ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നുവെന്നും ഇറാന്റെ ഭീഷണി ചെറുക്കുന്നതിലാണ് ഈ നീക്കങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടയിൽ ഇറാനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണങ്ങളും വലിയ ചർച്ചയായി. സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം സ്വതന്ത്രമായ തീരുമാനമാണെന്നും നെതന്യാഹു പറഞ്ഞു. ഈ നീക്കത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തുടർന്നുള്ള ആക്രമണങ്ങൾ മാറ്റിവെക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടതായി ആ അഭ്യർത്ഥന മാനിച്ച് ഇസ്രായേൽ പിന്മാറിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ യുദ്ധം ഇതോടെ അവസാനിക്കുന്നില്ല എന്നും ആവശ്യമായെങ്കിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വ്യോമാക്രമണങ്ങൾക്കൊപ്പം കരയിലൂടെ സൈനിക ഇടപെടലും ഒരു സാധ്യതയായി തുടരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. കരയാക്രമണത്തിന് നിരവധി സാധ്യതകളുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ കൂടുതൽ വിശദീകരണം നൽകിയില്ല. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തെയും നെതന്യാഹു പരാമർശിച്ചു. രാജ്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അനിശ്ചിതത്വവും പിരിമുറുക്കവും നിലനിൽക്കുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു. ഇറാനെ ഇപ്പോൾ ആരാണ് നയിക്കുന്നതെന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ സമ്മർദ്ദവും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാന്റെ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുന്നതിനും അതിന്റെ സ്ഥിരത തകർക്കുന്നതിനുമുള്ള ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത് പൂർണ്ണമായ തകർച്ചയിലേക്ക് എത്തുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല എന്നും അദ്ദേഹം സമ്മതിച്ചു. ഇത് അതിജീവിച്ചേക്കാം, അല്ലാതെയാകാം എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇത് ഒരു വലിയ ജനകീയ കലാപത്തിലേക്ക് നയിക്കുമോ എന്നത് പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇറാനിലെ ജനത തന്നെ അവരുടെ ഭാവി നിർണ്ണയിക്കേണ്ടതുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൊത്തത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഈ അവകാശവാദങ്ങൾ യുദ്ധത്തിന്റെ തീവ്രതയും ഭാവിയിലെ അനിശ്ചിതത്വം വ്യക്തമാക്കുന്നു. ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി ദുർബലമായെന്ന വിലയിരുത്തൽ ഉണ്ടെങ്കിലും അതിന് വ്യക്തമായ തെളിവുകൾ പറഞ്ഞിട്ടില്ല. അതേസമയം അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ശക്തമായ സഹകരണം ഈ സംഘർഷത്തെ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയും ഉയരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം പ്രാദേശികതയെ മറികടന്ന് ആഗോളതലത്തിൽ പ്രതിഫലിക്കുന്നതാണ്. ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്നിവയെല്ലാം ഈ യുദ്ധത്തിന്റെ ദിശയെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ സംഭവ വികാസങ്ങൾ എങ്ങോട്ട് തിരിയുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.